ഹായ് പലത്ത് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ എന്താ പറയാ, ഷെബിക്ക വന്നിട്ട് ഇപ്പം 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ചെറിയൊരു കുക്കിംഗ് വീഡിയോ പോലെയാണ്. ഷെബിക്ക ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. നമ്മൾ അതിനെ വെച്ചിട്ട് ചെറിയൊരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താന്നുള്ളത് ഷെബിക്ക പറഞ്ഞു കൊടുക്കും. അത് ഗൾഫിലുള്ള സമയത്തേ ഇവിടെ ഉമ്മയും അതുപോലെ വൈഫും ഉപ്പയും എല്ലാരും പറഞ്ഞു, ഒരുപാട് വീഡിയോ കണ്ടിട്ട് അവരെന്താ പറയാ ഓയിലൊന്നും ഉപയോഗിക്കാതെ കുക്ക് ചെയ്യാനുള്ള ഒരു നമ്മുടെ എയർ ഫ്രയർ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് ഞാൻ വരുമ്പോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ വെച്ചിട്ട് നമ്മൾ ഇന്ന് കുറച്ച് ചിക്കനും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇന്ന് എക്സ്പെരിമെന്റ് ഒരു വീഡിയോ ആണ്. അപ്പൊ അത് സക്സസ് ആവോ ഇല്ലയോ നമുക്ക് നോക്കാം. ഫസ്റ്റ് കിച്ചണിലോട്ട് പോവാം. അവിടെ സംഭവം ആദ്യം കാണിച്ചു കൊടുക്കാം അല്ലെ. ആദ്യം ഉപ്പാനെ പരിചയപ്പെടുത്തും. ഉപ്പാനല്ലേ എനിക്കറിയാം. കഴിക്കാനും അവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. ഇതാണ് കേട്ടോ ഈ ഷെബിക്ക കൊടുക്കുന്ന എയർ ഫ്രയർ. ഏതാ ബ്രാൻഡ്? ജീപ്പാസിന്റെ. അതെ, ഈ സംഭവമാണ് ഞാൻ അവിടെ നിന്ന് വരുമ്പോ കൊടുന്നത്. അപ്പൊ ഇതെന്താ സംഭവിച്ചാലേ, ഒരുപാട് പേര് ഓയില് കൂടുതൽ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഈ കൊളസ്ട്രോളും ഓരോരോ അസുഖങ്ങളല്ലേ. അപ്പൊ ഇത് കുറെ യൂട്യൂബില് ഓരോന്നും കണ്ടിട്ട് എന്റെ അടുത്ത് പറയുന്നു, ഇങ്ങനെ ഓയിൽ ഇല്ലാത്ത ഓയിൽ ഫ്രീ ആയിട്ടുള്ള കാരണം ഉണ്ട്, നീ വരുമ്പോ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്നും നോക്കിയില്ല, അങ്ങനത്തെ സക്സസ് ആവാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാലോ. അപ്പൊ ഇത് വാങ്ങിയിട്ട് പോന്നു. ഓക്കെ, ഇതിനുള്ള തയ്യാറെടുപ്പിലുള്ള വീഡിയോ ചിക്കനും കാര്യങ്ങളൊക്കെ അടുക്കളയിലുണ്ട്. നമുക്ക് അടുക്കളയിലോട്ട് പോയാലോ? അപ്പം ഇന്നിപ്പോ നമ്മളെ കുക്കിംഗ് വീഡിയോ ആണ്. അതും ഇത് വെച്ചിട്ട് പരീക്ഷിക്കണ ഒരു കുക്കിംഗ് വീഡിയോ. എങ്ങനെയാവും എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഇൻഷാ അല്ലാഹ് അത് വെച്ചിട്ട് നോക്കി നോക്കാം. ശരി ബാപ്പു. ഇന്നിപ്പോ കുക്കിംഗ് അതെ അഫ്സൽ വന്ന് നിക്കുന്നുണ്ട് കേട്ടാ. അവൻ വന്ന് കാണിയായിട്ട് നിക്കുന്നുണ്ട്. ഇന്നിപ്പോ കുക്കിംഗ് നമ്മള് മൂന്നാളും പാടിയാണ്. എന്റെ അസിസ്റ്റന്റ് ആണ് അച്ചു, ഞാനോ ക്യാമറമാൻ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? മസാല ഉണ്ടാക്കണം. ചിക്കനൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ചിക്കൻ അവിടെ സെറ്റാക്കിയില്ല, ഒരു ഏകദേശം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടത്? അതൊക്കെ മിക്സി ജാറിൽ. അച്ചു, ഇഞ്ചി അരിയണ? അപ്പൊ അച്ചു ആണ് കേട്ടോ. അച്ചുവിനാണ് ഞാൻ ഫസ്റ്റ് ടാസ്ക് കൊടുത്തിരിക്കുന്നത്, ഇഞ്ചി അരിയാൻ. അച്ചു അടിപൊളിയായിട്ട് ഇഞ്ചി അരിഞ്ഞതിന് ശേഷം സബോള ഞാൻ അരിയും കുനുകുന. ഓക്കെ, അതിനുശേഷം ആവശ്യത്തിന് വെളുത്തുള്ളിയൊക്കെ ഇതിലുണ്ട്. ഇതിട്ടിട്ട് കറകറാന്ന് നമ്മള് മിക്സിയിൽ അടിച്ചെടുക്കും. അതില് വേറെയും കുറെ സംഭവങ്ങളൊക്കെ ഇടാനുണ്ട്. അത് ഓരോന്നും വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് സബോള ഒരെണ്ണം തൊലി കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കുനുകുന അരിഞ്ഞെടുക്കാം. കത്തി ഭയങ്കര മൂർച്ചയുള്ള കാരണം പെട്ടെന്ന് ആവുന്നുണ്ട്. ഇല്ലാന്നാണ് ഉദ്ദേശിച്ചത്. സബോള അരിഞ്ഞു കുനുകുന. ഇതില് എന്താ ഇട്ടിട്ടുള്ളേ? മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ സബോളയും കൂടി ഇതിലിടാം. ഇതെല്ലാം റെഡി ആയിട്ട് നമ്മൾ മസാല ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അടിപൊളിയായിട്ട് അൽഫാം ഉണ്ടാക്കി ഇവർ കൊടുക്കുമ്പോ ഇവര് പറയണം, ആഹാ സൂപ്പർ അല്ലേ. ഉപ്പൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. കണക്കുണ്ട്, കൊറേ ചിക്കൻ ഉണ്ട്. ചിക്കൻ 4 കിലോ ഉണ്ട്. ഇനി എന്താണ്ട്? അപ്പൊ നമ്മള് എന്താണ് മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഉമ്മാന്റെ ആവശ്യം വരുമോന്ന് അറിയില്ല. ആവശ്യം വരുന്ന ഉമ്മാനെ വിളിക്കും നമ്മള്. ആ സാധനം ഒരു ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട് ഒരു മണത്തിന്. ഇതെന്താ? ശരിക്കും ഇതിന്റെ കൂട്ട് ഇതാണോന്ന് പോലും അറിയില്ല. നമ്മള് കിട്ടണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ചിക്കൻ മസാല പൊടി കേട്ടോ. പച്ചമുളക് വേണം. ചിക്കൻ മസാല കുറച്ചിട്ടാ. സ്പെഷ്യൽ നമ്മുടെ മസാല ഉണ്ടാ, അതുകൊണ്ടാണ് എല്ലാം വാരി വലിച്ചിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ഇടാം. നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നിട്ടാ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഒരു നുള്ള്. മഞ്ഞപ്പൊരിന്നായിണ്ട് മഞ്ഞപ്പൊടി. പച്ചമുളക്, എന്താണ് കറിവേപ്പില, മല്ലിച്ചപ്പ്, പുദീന ഇതൊക്കെ നമ്മൾ കഴുകിയിട്ട് ഇതിലിടും. പുദീന, മല്ലി, വേപ്പില എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട്, കറിവേപ്പില ഒക്കെ കൂടി ഇതിലിടുന്നുണ്ട് കേട്ടാ. എല്ലാം കൂടി അടിയോ? പിന്നെന്ത്, കുറച്ച് വെള്ളം.
അപ്പൊ നമ്മള് മിക്സ് അടിക്കാൻ പോകണ്ടാ. വെള്ളമില്ലാത്ത കാരണം കുയ്യുന്നൊരു സൗണ്ട് കേട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. വെള്ളം പോരെ, അടുത്തൊരു സൗണ്ട് വരികയാണെങ്കിൽ അതൊന്നും കൂടി എടുക്കാം. ഓ മിയ ഇനി അരിയണ, ഇനി അരക്കണ. പായസം പോലെ ആവണം തോന്നുന്നുണ്ടല്ലേ. കുറച്ച് വിനാഗിരി കുറച്ച് വിനാഗിരി നമ്മൾ വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി എന്നിട്ട് നല്ല ലൂസാക്കിയിട്ട് നല്ല ജ്യൂസി പോലെ അടിച്ചെടുക്കട്ടാ. ഇതിനുള്ള മസാലയാണ്. കുറച്ച് ഓയില്, പച്ച വെളിച്ചെണ്ണ, ഓയില്. അപ്പൊ നമ്മൾ ഇതിലേ വിനാഗിരിയും കുറച്ച് ഓയില് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി അടിച്ച് അതൊന്ന് സ്മൂത്തി ആക്കിയിട്ട് എടുക്കാം. അപ്പോഴേക്കും അടുത്ത പരിപാടിയിലോട്ട് നമുക്ക് പോകണം കേട്ടോ, ചിക്കന്റെ പരിപാടിയിലോട്ട്. അപ്പൊ നമ്മൾ ഈ മസാലയൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് കോൺഫ്ലവർ അല്ലേ? കോൺഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളപ്പൊടിയാണോ? നമ്മൾ ഇംഗ്ലീഷുകാരായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ഇടാം അല്ലേ? ടീസ്പൂൺ ഉണ്ടോ? ഓക്കെ, ഇത് വേണ്ട, ഇങ്ങനെ കൊട്ടിയാൽ മതിയോ? മതിയാ? ടീസ്പൂൺ എടുക്കാനുള്ള ഒരു സമയം അതെ, ടീസ്പൂൺ എടുക്കാൻ അപ്പുറത്തേക്ക് പോകണം. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവർക്ക് എപ്പോഴും കയ്യാണല്ലോ ടീസ്പൂൺ, അതിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിന്റെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ശരിക്കുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മളല്ല. ഉമ്മ ഉണ്ട്, പിന്നെ അപ്പുറത്തെ താത്തയുണ്ട്, അവരൊക്കെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ തൽക്കാലം ഈ അടുക്കള ഭരണം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുമല്ലോ അല്ലേ? ആ, ക്ഷമിക്കണം. കോഴിമുട്ട നമ്മള് വാങ്ങിയത് ഫ്രിഡ്ജിലാ. അപ്പൊ ഇതാ പൊണ്ടാട്ടി ഒരു മുട്ട പൊട്ടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വീഴണ്ട, ഒന്ന് മതിയില്ലേ? രണ്ടെണ്ണായാലോ? കണ്ടില്ലേ, അവിടെ ഒന്ന് മതിയില്ല, അപ്പൊ രണ്ടെണ്ണായാലും അതും പറഞ്ഞു. ഓക്കെ പറഞ്ഞു. നമ്മൾ എന്തും പോകും. മുട്ടയോ? മുട്ട കഴുകണം. അത് പിടിച്ചോ. ദേ രണ്ടാമത്തെ മുട്ട എടുക്കുമ്പോഴാണ് പറയുന്നത് മുട്ട കഴുകണം അത്ര. ഞാൻ ആദ്യമായിട്ടാ ഈ സംഭവം മുട്ട കഴുകണ പരിപാടി. അപ്പൊ ഇതൊക്കെ നിങ്ങളും കഴുകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇടണേ. ഞാൻ ആദ്യമായിട്ട് മുട്ട കഴുകണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് അറിയില്ല. മുട്ടേന്റെ ഉള്ളിലല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, പിന്നെ മുട്ട കഴുകണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആണോ? ബിസ്മില്ലാ. അത് ഞാൻ പറഞ്ഞു കട്ടാക്കണ്ട. അതെ, അടിയൊന്ന് ഉഷാറായി പോയി, നേരെ അതിന്റെ ഉള്ളിലേക്ക് പോയി. അപ്പൊ ഇത് കളയാം നമുക്ക്. ഉണ്ടാക്കിയ മസാലയില് ഉപ്പ് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉപ്പാനെ വിളിക്കുന്നുണ്ട്. ഉപ്പ് ഇതൊന്നും നോക്കിട്ട് ഉപ്പുണ്ടോ നോക്കിയൊക്കെ. ഇങ്ങനെയാണോ? പിന്നെ ആരും ഡയറക്റ്റ് മസാല കൂട്ടുമ്പോ പിന്നെ ഇങ്ങോട്ട് പോയോ അച്ചു. ചിക്കൻ നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം അടിയിൽ കൂടെ പോകാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം വെള്ളമൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടിയിൽ പോയി വരുന്നുണ്ട്. മസാല അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, നോർമലി നമുക്ക് ചിക്കൻ കടയിൽ നിന്ന് കട്ട് ചെയ്ത് തരുമ്പോ തന്നെ ഇവര് ഇടിച്ച് അതിന്റെ എല്ല് പീസൊക്കെ എടുത്തിട്ട് തരില്ലേ. ഇത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെയല്ല തന്നെ. നമുക്ക് ഈ ഇറച്ചി കറിയൊക്കെ വെക്കില്ല, അതുപോലത്തെ പീസാക്കിട്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി 2 ഇടി കൊടുത്ത് വെക്കുക. അപ്പൊ നമുക്ക് അൽഫാമിന് സെറ്റപ്പ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഉള്ളി കുറെ യുദ്ധത്തിന് ശേഷം മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്, ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് മസാല പെരട്ടണ പരിപാടിയിലോട്ട് കിടക്കാം അല്ലേ? ഓക്കെ, വരൂ, മസാല ഇട്ട് തരൂ. മസാലയിൽ മുക്കിയാ പോരെ? ഞാനാക്കാം. ഇതിലിട്ടോ. മസാല ഇത്തിരി വെള്ളം പോലെ, അത് ഓയിലൊക്കെ ഒഴിച്ചായിരുന്നു കേട്ടോ. അല്ലാതെ കൈ മിസ്റ്റേക്ക് ഒന്നുമല്ല, മണിക്കൂർ
നല്ല എല്ലാ മസാലേന്റെ എരിവ് മറ്റേ ആ സാധനം ഈ സാധനം എല്ലാം മാറിയിട്ടുണ്ട്. അവസാനം പറയുന്നത് കുറച്ച് വെള്ളം കൂടുതലുണ്ടോ. അപ്പോ മസാല നല്ല മണമുണ്ട് കേട്ടോ. എന്തൊക്കെ ചെയ്തെന്നറിയില്ല. അയ്യോ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ തീരും അത്. ഇല്ല, അതെല്ലാം കൂടി നമുക്ക് അവസാനം ഇങ്ങനെ മിക്സ് ആക്കാം. ഓക്കെ, അച്ചു കുറച്ച് അടുത്തിട്ട് വരൂ. എല്ലാ ചിക്കനിലും മസാല തേച്ച് വെക്കുന്നുണ്ട്. ഇതിപ്പം നമ്മള് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ 4 മണിക്കൂറോളം വെക്കണം എന്നൊക്കെയാണ്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ല മസാലയൊക്കെ പിടിക്കും. നമുക്കിപ്പോ അതിനുള്ളൊരു ക്ഷമയും പിന്നെ ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഇത് അതെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. അതെ, അതിനുശേഷം നമ്മൾ അറ്റാക്ക് തുടങ്ങും. ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തില്ലാട്ടാ. പിന്നെ അതിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഫസ്റ്റത്തെ എക്സ്പെരിമെന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിലെത്ര ചിക്കൻ പോവും, എത്ര സമയമാണ് ഒന്നും അറിയില്ല. പെട്ടി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓപ്പൺ ആക്കിട്ട് നമുക്ക് നോക്കാം. അതേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ സമയത്താണ് നാരങ്ങ പെയ്യേണ്ടത് എന്നാണ്. മിക്സിന്റെ കൂടെ വിനാഗിരി വെച്ചിട്ടുണ്ട്. മിക്സിന്റെ കൂടെ വിനാഗിരി വെച്ചിട്ടുണ്ട്. അതിന് പകരം നാരങ്ങയാണ് ഒഴിക്കേണ്ടത്. ചാറ് മറന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയപ്പോ എന്നാ പിന്നെ ഇപ്പൊ കടച്ചോന്ന് പറഞ്ഞു. അതാണ് ഈ ചോദിച്ചോണ്ടിരിക്കുന്നത് കേട്ടാ. അങ്ങനെയാണ്. പക്ഷെ ഈ പിഴിനെ കുറച്ച് നീരില്ലാവുന്നുണ്ട്. ഊത്തണ മതി. നമ്മള് മസാല ഒക്കെ തേച്ച് വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, മസാല കാണുമ്പോ നല്ല മണം കേട്ടാ. അപ്പൊ ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു 9 മണി ആയിട്ടുണ്ട്. 9 മണി അല്ലേ? അപ്പൊ ഒരു 9 വരെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ആക്കി വെക്കാം. മസാല പിടിക്കാൻ അരമണിക്കൂർ പോരെ? മതി. പുതിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കൂ. താങ്കൾ വരൂ. ഫ്രീസറിലാണോ? ഫ്രീസറിൽ വേണ്ട, താഴ്ച വെച്ചോ വരെ. ഞാൻ വെക്കാം. അത് കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് 1 മണിക്കൂർ വെക്കണം, 3/4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ എത്ര 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ വേറെയും കുറെ പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറെ അഭിനയിച്ചിട്ടുള്ളതൊക്കെ ആയിരുന്നു. അപ്പം അത് കാരണം ഇത് കുറെ റെസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ 11 മണിയായിട്ടുണ്ട്. നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവാണല്ലേ വിക്ക? ഞാൻ ഫ്രൈ ചെയ്യാൻ പോട്ടെ. എന്താ പറയാ, നമുക്ക് പുറത്ത് പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ എപ്പോ വേണമെങ്കിലും കറന്റും പോവാ. അപ്പൊ നമുക്കത് ഫ്രൈ ചെയ്യാം. അത് ഓപ്പൺ ആക്കിയ സമയത്ത് ഓൾറെഡി നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഇതന്നെ ജീപാസിന്റെ സംഭവം. ജീപാസിന്റെ എയർ ഫ്രയർ നമ്മള് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. ഞാനിത് കൊണ്ടുവരുമ്പോ അവിടെ എത്ര ജീപാസ് ഓഫറിൽ വാങ്ങിയതായിരുന്നു കേട്ടോ. ഒരു 150 ദിർഹംസ് വാങ്ങിയതായിരുന്നു. ഇതിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ 4 ലിറ്റർ കപ്പാസിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. 4 ലിറ്റർ കപ്പാസിറ്റി. പിന്നെ ഓൾറെഡി ഇതിലിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഇതൊക്കെ കുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ടൈമർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ടെമ്പറേച്ചർ വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കുക. അതൊക്കെയാണ് ഇതിലത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോ അധികം വൈകിക്കണില്ല. നമ്മള് എന്താണ് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കുക്ക് ചെയ്യണം. കാരണം ചെറിയ ഉമ്മാകൊക്കെ ഭക്ഷണം തുടങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങി. കുറെ നേരം കാത്തിരുന്നിട്ടേ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി. കണ്ട ഇവിടെ സാധനമൊക്കെ റെഡിയാ. യഥാർത്ഥ ഷായിത്താത്ത ഭക്ഷണം കഴിച്ചു തുടങ്ങി. ചിക്കനൊന്നും വേണ്ട നിങ്ങളുടേത്. അപ്പൊ ഉടനെ നമുക്ക് റെഡി ആക്കിയിട്ടേ അവർക്കൊക്കെ ചിക്കനൊക്കെ റെഡി. ഫസ്റ്റത്തെ ചിക്കൻ റെഡിയാക്കി ഉമ്മാക്കും അതുപോലെ തന്നെ ഷായിത്താത്ത കൊടുക്കാം അല്ലെ? എന്നാ ചിക്കൻ അതിലേക്ക് വെച്ചാലോ? ഇതിലിപ്പോ ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് കൊടുക്കണം. നമ്മളിപ്പം ബട്ടർ പേപ്പറിന്റെ പരിമിതികൾ കാരണം നമ്മളൊരു പേപ്പറിൽ ബട്ടർ നമ്മൾ അടിപൊളിയായിട്ട് ചിക്കൻ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ആക്കി ഓൾറെഡി എത്ര മണിക്കൂറായി നമുക്ക് ചുരുങ്ങിയത്? 1.5 മണിക്കൂറായാ? 1.5 മണിക്കൂർ കൂടും. അപ്പൊ അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നമ്മളിത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്നാലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ഒരു 3 പീസ് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ? ട്രൈ ചെയ്ത് ഇതിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി നോക്കാം. നമ്മൾ നോക്കിയ വീഡിയോയിൽ വന്നിട്ട് 150 ഡിഗ്രിയില് 15 മിനിറ്റ് ആണ് അവര് വെക്കുന്നത്. 15 മിനിറ്റ്. അപ്പൊ നമുക്ക് അതുപോലെ സെറ്റ് ആക്കി നോക്കാം. പിന്നെ നമ്മള്
ഫസ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേല് 20 മിനിറ്റും അതുപോലെ തന്നെ 180 ഡിഗ്രി ചൂട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ നമുക്ക് എങ്ങനെയാവും നോക്കി വെക്കട്ടാ, എന്നിട്ട് ബാക്കിയുള്ളത് അതിനനുസരിച്ച് ചെയ്യാം. സമയം ഒരുപാട് ലേറ്റായി, ഉമ്മയൊക്കെ വിശന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആയി വരുമ്പോൾ ഇപ്പോൾ 11 മണി, ആയി വരുമ്പോൾ 11:30 ആവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഫസ്റ്റത്തെ ആയിട്ട് അത് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ സെറ്റ് ആവുമെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അടുത്ത ഇവിടെ എന്താ മയോണൈസ് ഉണ്ടാക്കും. മയോണൈസിനുള്ള പരിപാടി കേട്ടാ. 2 മുട്ട അല്ലേ, 2 മുട്ട, ഉപ്പ്, സൺഫ്ലവർ ഒക്കെ കൂടിയിട്ട് റെഡിയാണ്. അപ്പം നമുക്കിതായിട്ട് നമുക്ക് കാണാം.